ഇത്രയും ഭരണ നേട്ടങ്ങൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അവരുടെ ഭരണം എങ്ങനെയുണ്ട്? അവരെ ഭരണവും വലിയ ബുദ്ധിമുട്ടാണ്, നമ്മളെ കേരളത്തിന്റെ ഭരണവും വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടും വലിയ ബുദ്ധിമുട്ടാണ്. അവര് വലിയ ഉന്നത മുതലാളിവരെ സ്നേഹിക്കുന്നു, ഇവരും ഉന്നത മുതലാളിവരെ സ്നേഹിക്കുന്നു. പാവപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലേ? എന്നാലും അവരൊന്നും ചെയ്യുന്നില്ല. അവര് GST പല സാധനങ്ങൾക്കും കുറച്ചിരിക്കുന്നത്. കാറിന്റെ വിലയും സ്കൂട്ടറിന്റെ വിലയും മറ്റതും മറിച്ചതും മരുന്നുകളുടെ വില പൂർണ്ണമായിട്ട് നമ്മളെ മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്തെങ്കിലും ആശുപത്രി പോകണമെങ്കിൽ ഗവൺമെന്റിനായിട്ട് പിന്നെ അവിടെ യാതൊരു മരുന്നുമില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എഴുതി അങ്ങ് വിടുക. അതും പോയിട്ട് അവിടെ നമ്മളെ മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നുമില്ല, ഒരു പാരസെറ്റിന്റെ ഗുളിക പോലും വലുതായിട്ടില്ല. അതും വാങ്ങിക്കണമെങ്കിൽ അത് വെളിയിൽ നിന്ന് കുറിച്ച് വാങ്ങിക്കണം. മീന ജോർജ് ആണെങ്കിൽ അവർ ഇത് എടുക്കുന്നത് ആണെങ്കിൽ അവർ യാതൊരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മറ്റേ ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനെ അടുത്ത് മാറ്റിക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും KK ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ KK ശൈലജയ്ക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ടേം കൊടുക്കായിരുന്നല്ലോ. എന്തുകൊണ്ടായിരിക്കും CPM അവരെ മാറ്റിയിട്ട് വീണ ജോർജിനെ ആക്കിയത്? അവര് മുഖ്യമന്ത്രിക്ക് മരുമോനെ മന്ത്രിയാക്കണം. മന്ത്രിയാക്കുമ്പോൾ പഴയ മന്ത്രികളെല്ലാം മാറ്റിയിട്ട് പുതിയ മന്ത്രി എടുക്കാമല്ലോ. പുതിയ മന്ത്രിമാരെ എടുക്കുമ്പോൾ പഴയ മന്ത്രിമാരെ എല്ലാം മാറ്റാമല്ലോ. അപ്പം മരുമോനും ഇരുമോനും എല്ലാവരും കയറി വിരിഞ്ഞു. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടമാണ് അദ്ദേഹം ചെയ്തത്. 10 കൊല്ലം ഒരു പാർട്ടിയും 10 കൊല്ലം ഭരിക്കാൻ പാടില്ല. 5 കൊല്ലത്തിനകത്തെ ഒരു പാർട്ടി ഭരിക്കാൻ മാറി വരുന്നതാണ്. ജനങ്ങളാണ് തീരുമാനിക്കുക. ജനങ്ങൾ ഇരിക്കുമ്പോൾ ഒരു 3.5-4 കൊല്ലം വരെ പിണറായി സർക്കാർ നല്ല രീതിയിൽ പിന്നെ ഭരണം കൊണ്ടുപോയി. 3.5 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് പിണറായി സർക്കാർ മാറ്റിമറിച്ചു. ആദ്യത്തെ ടേം വന്നപ്പോൾ നന്നായി. 3.5 കൊല്ലം 4 കൊല്ലം വരെ സന്തോഷമായിട്ട് പോയിട്ട് ഒരു 6 കൊല്ലം കഴിഞ്ഞ രണ്ടാമത്തെ ഭരണം കിട്ടിയപ്പം പുള്ളിയുടെ തരികട അങ്ങ് തുടങ്ങി. അതുകൊണ്ട് ഇപ്പോഴും എന്തരായാലും ബഹുമാനപ്പെട്ട അവർ പെൻഷൻ കൊടുത്തു തുടങ്ങി. അവർ എങ്ങനെയെങ്കിലും തന്ത്രമായിട്ട് നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അവർ പിടിച്ചെടുക്കാൻ സാധ്യതയില്ല. എന്നാലും ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഇനി ഇടതുപക്ഷം വരാൻ സാധ്യതയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.